കണ്ണു നിറയാൻ മാത്രം കാരണങ്ങൾ ദൈവം ഓരോ നിമിഷവും ജീവിത വഴിയിൽ കരുതി വച്ചിട്ടുണ്ട്. കൃതജ്ഞതയുടെ ഓർമ്മ നിമിഷങ്ങളാണിത്. ചില സ്മൃതികൾ മിഴികളെ നനയ്ക്കുന്നതിന് വിളിക്കേണ്ട വാക്കാണല്ലോ കൃതജ്ഞത. ദൈവം കാണിച്ച വഴിയിലൂടെ നടന്ന് സന്യാസ വഴിയിൽ 25 വർഷം പൂർത്തിയാക്കുന്ന നമ്മുടെ 2 പ്രിയപ്പെട്ട സഹോദരിമാരോടൊപ്പം ഇടയന്റെ അത്ഭുത വഴികളെയോർത്ത് നമുക്കും നന്ദി പറയാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ക്രൈസ്തവ കുടുംബങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു: മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടികളിൽ ഒരാളെ കർത്താവ് സമർപ്പിത ജീവിതത്തിലേക്ക് വിളിച്ചുവെങ്കിൽ നിങ്ങൾ അവിടുത്തേക്ക് നന്ദി പറയുവിൻ. കർത്താവ് ഒരു കുടുംബത്തെ തൃക്കൺ പാർക്കുകയും അതിൽ ഒരംഗത്തെ സുവിശേഷ ഉപദേശങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു എന്നത് ഒരു വലിയ ബഹുമതിയായി കരുതണം. ദാമ്പത്യ സ്നേഹത്തിന്റെ ഏതൊരു ഫലമാണ് ഇതിലേറെ സുന്ദരമായിട്ടുള്ളത്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ശ്രീ ജോസഫ് കൊച്ചുപറമ്പിലിൻ്റെയും ശ്രീമതി റോസമ്മ മടത്തിക്കണ്ടത്തിലിൻ്റെയും 4 മക്കളിൽ മൂന്നാമത്തവളായ സിന്ധു ജോസഫ്. സിസ്റ്റർ സാൽവിയ ജോസ് ജനിച്ചത് ഉടുമ്പന്നൂരിലാണെങ്കിലും വളർന്നതും പഠിച്ചതുമെല്ലാം കാസർഗോഡിലെ വെള്ളരിക്കുണ്ടാണ്. ലോകം വച്ചു നീട്ടിയ സുഖസന്തോഷങ്ങളെക്കാൾ ഉള്ളിൽ മുഴങ്ങിയ ദൈവസ്വരത്തിന് കാതോർത്ത് തൻ്റെ ഡിഗ്രി പഠനത്തിനു ശേഷം ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ തൃശ്ശൂർ ആസ്ഥാനമായ നവജ്യോതി പ്രൊവിൻഷ്യൽ ഹൗസിൽ അംഗമായി ചേർന്നു. സമയവും കാലവുമെല്ലാം ക്രമീകരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു മഹാജൂബിലി. 2000 ഏപ്രിൽ 30 വിശുദ്ധ മറിയം ത്രേസ്യ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ട സന്തോഷത്തിൽ സഭയിലെ മുഴുവൻ നോവിസസിൻ്റെയും വ്രതവാഗ്ദാനത്തോട് ചേർന്ന് വ്രതവാഗ്ദാനം ചെയ്യാനായത്. തുടർന്ന് ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിലെ വിവിധ ഭവനങ്ങളിൽ സമൂഹാംഗമായും നിരവധി ശുശ്രൂഷകളിൽ ഏർപ്പെട്ടും ഇന്നോളം തൻ്റെ സമർപ്പണ ജീവിതം വളർത്തിയെടുത്തു. ഏൽപ്പിച്ച പഠന ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചു വളർന്നു. തൃശ്ശൂർ മൂവാറ്റുപുഴ ഓപ്ഷൻ്റെ കാലത്ത് തൻ്റെ പ്രിയ മാതാപിതാക്കളുടെ സ്നേഹസ്മരണയിൽ അവരുടെ സ്വന്തം നാട് തൊടുപുഴ പ്രദേശമായതിനാൽ മൂവാറ്റുപുഴ പ്രോവിൻസ് ഓപ്റ്റ് ചെയ്തു. ഹോസ്റ്റൽ വാർഡൻ, അധ്യാപിക, പ്രൊക്യുറേറ്റർ തുടങ്ങി സമൂഹം വരമേൽപ്പിച്ച ജോലികൾ ആത്മാർത്ഥതയോടെ ചെയ്തു പോന്നു. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനറായി വിവിധ ഇടങ്ങളിൽ ക്ലാസുകൾ നൽകുന്ന ജോലി തുടർന്നു വരുന്നു. അടുക്കും ചിട്ടയും കൃത്യതയും കാര്യക്ഷമതയും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളോടുള്ള സമർപ്പണവും വിശ്വസ്തതയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഈ സിസ്റ്ററിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഏതൊരു കാര്യവും പരിശ്രമിച്ച് നേടിയെടുക്കുന്ന സ്ഥിരോത്സാഹി. കലാപരമായും സാഹിത്യപരമായും ദൈവം അറിഞ്ഞനുഗ്രഹിച്ചു നൽകിയ താലന്തുകളുണ്ട് കൈനിറയെ. കൃപാജ്യോതി IFDF കദളിക്കാട് അംഗമായിരിക്കുന്ന സിസ്റ്റർ കൗൺസിലിങ്ങിനായി തന്നെ സമീപിക്കുന്നവർക്ക് ആശ്വാസം പകരുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന മനഃശാസ്ത്ര ബിരുദാനന്തര ബിരുദധാരിയാണ്. വിശുദ്ധ യൗസേ പിതാവിനെ സ്വർഗീയ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്ന സിസ്റ്റർ സാൽവിയ ജോസിന് രചിത ജൂബിലിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, പ്രാർത്ഥനകൾ. പുഴയൊഴുകും പോലെയാണ് ജീവിതയാത്ര. ധ്യാനിക്കാം. ഉറവയെടുക്കുന്നത് ഒരു മലഞ്ചെരുവിൽ നിന്നാണെങ്കിലും പുഴയുടെ യഥാർത്ഥ ഉറവിടം അവിടമല്ല, സമുദ്രമാണ്. ദൈവഹൃദയത്തിലെ സ്നേഹസമുദ്രത്തിൽ രൂപം കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ മാതൃനാമധാരിയായി ജീവിക്കുവാൻ തൃശൂർ രൂപത, ചേലക്കര സെന്റ് മേരീസ് ഇടവക, മേച്ചേരിക്കുന്നേൽ ആന്റണി അന്നമ്മ ദമ്പതികളുടെ 5 മക്കളിൽ മൂന്നാമത്തെ സന്താനമായി 1979 മെയ് മാസം 25 സിനി സിസ്റ്റർ നിർമ്മൽ ആന്റണി ഭൂജാതയായി. ജ്യേഷ്ഠ സഹോദരനും ജ്യേഷ്ഠ സഹോദരിയും അനുജനും അനുജത്തിയും പൂർണ്ണമായും സഹോദര സ്നേഹം അനുഭവിച്ചു വളർന്ന സിനി SSLC പാസ്സായ ശേഷം 1994 ജൂൺ 13 ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ
തൃശൂർ പ്രൊവിൻസിൽ അർത്തിനിയായി ചേർന്നു. പ്രീ ഡിഗ്രി പഠനത്തിനു ശേഷം സന്യാസ പരിശീലനം പൂർത്തിയാക്കി 2000 ഏപ്രിൽ 30 സിസ്റ്റർ നിർമ്മൽ ആന്റണി എന്ന പേരോടെ സഭാവസ്ത്രം സ്വീകരിച്ച് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൽ അംഗമായി. ഡിഗ്രി പഠനശേഷം 2006 ഏപ്രിൽ 24 നിത്യവ്രത വാഗ്ദാനം ചെയ്തു. പഠന കാലഘട്ടങ്ങളിൽ നവജ്യോതി പ്രൊവിൻഷ്യൽ ഹൗസ് ഒളരിക്കര, ഹോളി ഫാമിലി കോൺവെന്റ് പനമുക്ക്, ഹോളി ഫാമിലി കോൺവെന്റ് പട്ടിക്കാട്, മഡോണ കോൺവെന്റ് ചെമ്പൂക്കാവ് എന്നിവിടങ്ങളിൽ ശുശ്രൂഷ ചെയ്തു. 2007 B.Ed പഠനവും പൂർത്തിയാക്കി. രൂപരഹിതമായ ഭൂമിക്കുമേൽ ചാലിച്ച ദൈവചൈതന്യമാണല്ലോ സകല സൃഷ്ടികളുടെയും പുറകിലുള്ളത്. ഈ പരിശുദ്ധാത്മ ചൈതന്യം ദൈവം അളവുകളില്ലാതെ വർഷിച്ച് അനുഗ്രഹീതമാക്കിയതാണ് സിസ്റ്ററിന്റെ ജീവിതം എന്നതിനാൽ തൊടുന്നതും വരയ്ക്കുന്നതും കുറിക്കുന്നതുമെല്ലാം മഹാകലാകാരന്റെ അനുഗ്രഹീത വരകളോട് ചേർത്ത് വയ്ക്കുന്ന അഭിഷേകം. പ്രത്യേകിച്ചും ദിവ്യകാരുണ്യനാഥനരികെ ഒരുക്കുന്ന ചെറുതോ വലുതോ ആയ പൂക്കുടകളിൽ അതത്രയും പ്രകടമാണ്. ഏറെ ഹൃദ്യവും നയനമനോഹരവുമായി നൃത്തച്ചുവട് വയ്ക്കാനും മധുരമായി ഗാനങ്ങൾ ആലപിക്കാനും വിശുദ്ധ മറിയം ത്രേസ്യയുടെ ക്രൂശിതന്റെ കരുണാർദ്ര സ്നേഹത്തിന്റെ വാനമ്പാടിയായി കരയുന്നവരുടെ കണ്ണീരൊപ്പുവാനും എല്ലാറ്റിലും ഉപരി നിശബ്ദതയുടെ ആഴങ്ങളിൽ പ്രാർത്ഥനയോടെ ആധ്യാത്മികതയുടെ നിറവിലേക്ക് ഉയർന്നു പറക്കാൻ ദാഹിക്കുന്ന ഈശോയുടെ കുഞ്ഞുപക്ഷി. മൂവാറ്റുപുഴ പ്രൊവിൻസിലേക്ക് ഓപ്റ്റ് ചെയ്ത സിസ്റ്റർ കോതമംഗലം രൂപത മാറാടി ഹോളി ഫാമിലി കോൺവെന്റിൽ അംഗമായി. മാറാടി ഹോളി ഫാമിലി സ്കൂളിൽ അധ്യാപികയായി 3 വർഷം സേവനം ചെയ്തു. തുടർന്ന് പട്ടിക്കാട് ഹോളി ഫാമിലി കോൺവെന്റിലെ അംഗമായി. സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂളിൽ അധ്യാപികയായും പ്രധാന അധ്യാപികയായും 3 വർഷം ശുശ്രൂഷ ചെയ്തു. 2014-15 വർഷങ്ങളിൽ മൂവാറ്റുപുഴ കൃപാജ്യോതി പ്രൊവിൻഷ്യൽ സെക്രട്ടറി, 2023-24 വർഷങ്ങളിൽ ചിന്നാർ നിരപ്പ് ഹോളി ഫാമിലി കോൺവെന്റ് സുപ്പീരിയറായും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. 2016 മുതൽ ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ അധ്യാപികയായി സേവനം ചെയ്യുന്നു. നിലവിൽ ചിന്നാർ നിരപ്പ് ഹോളി ഫാമിലി ഭവനാംഗമാണ് സിസ്റ്റർ. ഇഷ്ടമാണെനിക്കെന്റെ സന്യസ്ത ജീവിതം, ശ്രേഷ്ഠമാം വിളിക്കു നൽകിടുമീ സമർപ്പണം. നഷ്ടമേതുമില്ലെനിക്ക് ജീവിതാന്തസിൽ, ശിഷ്ടജീവിതായുസിന്നിതു ജന്മസാഫല്യം. ഇഷ്ടമാണെനിക്കെന്റെ സന്യസ്ത ജീവിതം, ശ്രേഷ്ഠമാം വിളിക്കു നൽകിടുമീ സമർപ്പണം. നന്ദി മാത്രമാണെന്റെ നാവിലെന്നുമേ, സുന്ദരമാമീദാനം തന്ന ദൈവമേ. ചന്ദനത്തിരി പോലെ കത്തി പരിമളമേകിടാം മന്ദിരാം കൃപാനിധേ തുടയ്ക്കുകെന്നെ നീ. ഇഷ്ടമാണെനിക്കെന്റെ സന്യസ്ത ജീവിതം, ശ്രേഷ്ഠമാം വിളിക്കു നൽകിടുമീ സമർപ്പണം.
ജീവനിൽ ഇന്നു ഞാൻ ഉൾക്കൊണ്ടിടും വ്രതരത്നങ്ങളെ. എന്നും ആത്മമോദമോടെ കാത്തുപാലിച്ചു ഞാൻ ഒന്നു ചേരുമെൻ്റെ നാഥനോടു പൂർണ്ണമാ. ഇഷ്ടമാണെനിക്കെൻ്റെ സന്യസ്ത ജീവിതം, ശ്രേഷ്ഠമാം വിളിക്കു നൽകിടുമീ സമർപ്പണം. നന്ദി മാത്രമാണെൻ്റെ നാവിലെന്നുമേ, സുന്ദരമാമീ ദാനം തന്ന ദൈവമേ. ചന്ദനത്തിരി പോലെ കത്തി പരിമളമേകിടാം വന്യനാം കൃപാനിധേ തുണയ്ക്കുകെന്നെ നീ. എത്രയോ കാലങ്ങളായി പ്രാർത്ഥിച്ചു പോന്നു ഞാൻ, ഇത്ര നൽഭാഗ്യമൊന്നു സ്വന്തമാക്കിടാൻ.